അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, ഒരു ക്രിസ്മസ് കാലം വരികയാണ്. ഇന്ന് ഡിസംബർ 1 എന്ന് പറയുമ്പോൾ കുറേ ചിന്തകൾ ഒരുമിച്ച് വരുന്നുണ്ട്. എന്തൊരു പെട്ടെന്നാ 2024 കൊഴിഞ്ഞു പോകുന്നത്. ഇതാ ഡിസംബർ 1. ഇനി ഇപ്പോൾ വന്നണയും ക്രിസ്മസ്. ബലൂണുകളും തോരണങ്ങളും ക്രിസ്മസ് പപ്പമാരും വലിയ നക്ഷത്രങ്ങൾ, പ്രകാശത്തിൻ്റെ വലിയ മിന്നലാട്ടങ്ങൾ, ജാതിമത ഭേദമന്യേ സകലരും കവലകളിലും വീട്ടുമുറ്റങ്ങളിലും പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ ദ്രുത സഞ്ചാരങ്ങൾ എല്ലാം രക്ഷകൻ വന്ന് രക്ഷിച്ചതിൻ്റെ കുളിർമയുള്ള ഓർമ്മയിലേക്ക് ജനത്തെ, സമൂഹത്തെ, വ്യക്തികളെ കൊണ്ടുപോകാനുള്ള പ്രകൃതിയുടെ ഒപ്പം ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുത്ത കാലമാണ് ക്രിസ്മസ് കാലം. എല്ലാ ഹൃദയങ്ങളും ആനന്ദിക്കുന്നു. എല്ലാവരും ചിതറിക്കിടക്കുന്ന ഇടങ്ങളിൽ നിന്ന് സംഗമിക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹബന്ധങ്ങൾ പുതുക്കിയെടുക്കുന്നു, സമ്മാനങ്ങൾ നൽകുന്നു, കണ്ടുമുട്ടുന്നു, ആശ്ലേഷിക്കുന്നു, മധുരം പങ്കുവയ്ക്കുന്നു. അല്ലേ? പണ്ടൊക്കെ ഒരു കേക്ക് കാണാനോ ഒരു കേക്ക് മുറിച്ചൊരു കൊച്ചു കഷ്ണം കയ്യിൽ കിട്ടാനുള്ള വലിയൊരു കാത്തിരിപ്പിൻ്റെ കാലമാണ്. എന്തിനു വേണ്ടി? എല്ലാ മനുഷ്യരിലും സമാധാനത്തിൻ്റെ ദൂത് പകരാൻ, പാപത്തിൻ്റെ ഇരുട്ട് നീക്കി കൃപയുടെ അനുഗ്രഹത്തിൻ്റെ വെളിച്ചമേകാൻ, പാപത്തിനോട് വിട പറഞ്ഞ് രക്ഷയുടെ ആനന്ദവും സമാധാനവും സ്നേഹവും സൗഹൃദവും പങ്കുവയ്ക്കലും നമ്മുടെ ഇടയിൽ കളിയാടാൻ ദൈവം തൻ്റെ മകനെ അയച്ചത് നമ്മുടെ അനുഭവമാകാൻ മേരി മാതാവിൻ്റെ ഉദരത്തിൽ ശിശുവായി വന്ന് രൂപം കൊണ്ട് കാലപൂർണതയിൽ അവൻ മനുഷ്യനായി ദൈവം അവതരിച്ചത്. ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി പകുക്കാൻ ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിൽ വന്നത്, അത് ചരിത്രമായി മാറിയത് എല്ലാം ഘോഷിക്കുകയാണ്. നമുക്ക് ഒരുങ്ങാം. ക്രിസ്മസ് എന്ന് പറയുന്നത് എല്ലാ വർഷവും 25-ാം തീയതി ഡിസംബറിൽ സംഭവിക്കുന്നതല്ല. സംഭവിച്ചതിൻ്റെ 2020 ചുല്ലാനും വർഷങ്ങൾ പിന്നിടുന്ന ഏറ്റവും പഴമയുള്ള എന്നാൽ എന്നും നവീനമായ ഒരു ഓർമ്മയുടെ ആഘോഷമാണ്. ഏവർക്കും മുൻകൂട്ടി ക്രിസ്മസ് കാലത്തിൻ്റെ നന്മകൾ നേരുന്നു. യോഹന്നാൻ 3:30 അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. നമുക്കറിയാം, 1 കിലോ ഇരുമ്പാകട്ടെ, പഞ്ഞിയാകട്ടെ, വെള്ളമാകട്ടെ, വെളിച്ചെണ്ണയാകട്ടെ, എന്തോ ആകട്ടെ, പാക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു പരിധിയുള്ള പാത്രത്തിൽ ആ ഖരപദാർത്ഥമോ ദ്രാവകമോ പാക്ക് ചെയ്യുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് പോലെ അത് പാക്കഡ് ആവണമെങ്കിൽ മറ്റൊന്നിനും സ്ഥാനമില്ല. എൻ്റെ ഹൃദയം ഈശോയ്ക്ക് കൊടുക്കാൻ, രക്ഷകന് കൊടുക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ വേറെ ഒന്നിനും സാധ്യതകളില്ല. അതുകൊണ്ട് ഞാനെന്ന് പറയുന്നവൻ ഇത്തിരി ഒന്ന് മാറി നിന്നെങ്കിലാണ് എന്നിലെ ഒഴിവുണ്ടാക്കിയ എൻ്റെ ഹൃദയത്തിനകത്ത് യേശുക്രിസ്തു രക്ഷകൻ അന്ന് പിറക്കുകയുള്ളൂ. ഞാനൊന്ന് കുറയണം, അപ്പോൾ അവൻ വളരും. അത് ക്രിസ്മസിൻ്റെ ഒരു അനുഭവമായി മാറട്ടെ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.